1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. മൈസൂർ ആയിരുന്നു താവളം അല്ലേ? താവളമല്ല, വീട്. അവിടുന്ന് കേരളത്തിലേക്ക് വരാൻ കാരണം? എന്റെ സഹോദരി ഭർത്താവിനെ ഈ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്ന് പറയുന്ന ആള് കൊന്നു. അപ്പോ സഹോദരിയുടെ സംരക്ഷണത്തിനായി എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പോ സഹോദരിയോട് അത്രയ്ക്ക് സ്നേഹമാണോ? ഞാൻ എന്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നു. എന്നിട്ട് ഇപ്പൊ ആ ജീവൻ എവിടെ? ചോദ്യം മനസ്സിലായില്ലേ? മനസ്സിലായില്ല. നിങ്ങളുടെ സഹോദരി എവിടെയെന്ന്? അതെ, എന്റെ സഹോദരി ഇപ്പൊ എവിടെ? ഞാൻ ചോദിച്ച ചോദ്യം എന്നോട് തന്നെ തിരിച്ചു ചോദിക്കുന്നു. അതെ, ബലരാമനെ കൊന്നവർ തന്നെയാ ചന്ദ്രമതിയുടെ തിരോധാനത്തിനും പിന്നിൽ. കഴിഞ്ഞ മാസം 12-ാം തീയതി ചന്ദ്രമതി അവരുടെ വസതിയായ തേവക്കാട് നിന്നും സിദ്ധാർത്ഥന്റെ ഭാര്യയായ പ്രഭാവതി അന്ന് താമസിച്ചിരുന്ന പ്രഭാവതിയുടെ മരുമകന്റെ വീട്ടിലേക്ക് പോകുന്നു. ചന്ദ്രമതിയെ ഫോൺ ചെയ്ത് കപട വാക്കുകൾ പറഞ്ഞ് അങ്ങോട്ടേക്ക് തന്നെ എത്തിച്ചതാണ്. അവിടേക്ക് പോകുന്ന CCTV വിഷ്വൽസിന്റെ ഡീറ്റെയിൽസ് ഞാൻ തെളിവിനായി സമർപ്പിച്ചിട്ടുണ്ട്. കൃത്യം അന്നു മുതലാണ് ചന്ദ്രമതിയെ കാണാതാകുന്നത്. ഈ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടണം. എന്റെ സഹോദരി ചന്ദ്രമതി എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. എന്റെ സഹോദരിയെ ഈ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ കുടുംബം അപായപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എന്റെ സഹോദരി പ്രതിയുടെ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ സഹോദരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുഹ്റ എന്ന സ്ത്രീയോടൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലാത്ത സ്നേഹത്തിന്റെ കഥ പറഞ്ഞ് ചോദ്യത്തിൽ നിന്ന് വഴുതി പോകുമൊന്നും വേണ്ട. ചന്ദ്രമതിയുടെ പേരിലുള്ള വസ്തുവകകൾ എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ പേരിലായി? പറ. എന്താ ഉത്തരവില്ലേ? സഹോദര സ്നേഹത്തിന്റെ വിലയറിഞ്ഞൂടാത്തവർ ഇതുപോലുള്ള അർത്ഥമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. ബലരാമന്റെ മരണത്തോടനുബന്ധിച്ച് തേവക്കാട്ടു കുടുംബത്തിലെത്തിയവർക്കറിയാം അവരുടെ രക്തബന്ധത്തിന്റെ ആഴം. ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന ചില വക്കീലന്മാർക്ക് എന്തു ബന്ധം, എന്തു സ്വന്തം. ശരി, സ്വന്തം സഹോദരിയെ കാണാതായിട്ട് ദിവസങ്ങളായി. കാണാതായതിന് പിന്നിൽ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ കുടുംബമാണെന്ന് നിങ്ങൾ ആരോപിക്കുന്നു. എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവർക്കെതിരെ ഇതുവരെ പരാതി കൊടുത്തില്ല? നിങ്ങൾ എന്തുകൊണ്ടാ പരാതിപ്പെടാത്തത്? യുവർ ഓണർ, 2 ആഴ്ച മുമ്പ് നോർത്ത് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. സിദ്ധാർത്ഥന്റെ കുടുംബത്തിനെ സംശയിക്കുന്നതായിട്ടും പരാതിയിലുണ്ട്.
അന്വേഷണം നടക്കുകയാണ് യുവർ ഓണർ. പരാതിയുടെ കോപ്പി ഇവിടെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. യുവർ ഓണർ, ചന്ദ്രമതിയുടെ തിരോധാനത്തിൽ ഒരു പ്രത്യേക അന്വേഷണം വേണമെന്ന് കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നോ യുവർ ഓണർ. എന്താടി കിട്ടുന്നില്ലേ? ദേവിക ചേച്ചിയും ഫോൺ എടുക്കുന്നില്ല. റിംഗ് ഉണ്ട്, ചിലപ്പോ സൈലന്റിലായിരിക്കും. മോളെ, കോടതി മുറിയിലായിരിക്കും എല്ലാവരും. അവിടെ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. ഈശ്വര, കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥ സാറിന് അനുകൂലമായി വന്നാ മതിയായിരുന്നു. അങ്ങനെ തന്നെ വരും അമ്മേ. കാട്ടൂരം വക്കീല് കൃത്യമായി കാര്യങ്ങൾ തെളിയിക്കും. ഇത്രയും വലിയ കേസായിട്ടും ഇവിടുന്ന് ആരും അങ്ങോട്ട് പോകാത്ത തെറ്റായിപ്പോയി. അതിൻ്റെ ഒരു മനപ്രയാസം എനിക്കുണ്ട്. കുറച്ചു നേരത്തെ എന്നെ വിളിച്ചുണർത്തിയിരുന്നെങ്കിൽ ഞാൻ അങ്ങ് പോയേനെ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുലർച്ചെയല്ലേ മാധവേട്ടൻ വന്നത്? അതുമല്ല, അവിടെ ചെന്നെല്ലാരും കൂടി തിക്കും തിരക്കും ഉണ്ടാക്കാത്തതാ നല്ലത്. പിന്നെ ആരും വരണ്ടെന്ന് പ്രഭാന്റി ഉറപ്പിച്ച് പറയുകയും ചെയ്തു. എന്തായാലും അവിടെ ചെന്നിരുന്നെങ്കിൽ എന്താ ഏതാന്നറിയാനുള്ള വെപ്രാളം വേണ്ടായിരുന്നു. കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിക്കഴിഞ്ഞാൽ അവരോട് 1-2 ദിവസം ഇവിടെ ഒന്ന് നിൽക്കാൻ പറയണം. എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഒരുമിച്ച് നിൽക്കായിരുന്നു. അതെ അമ്മ, ചേച്ചിയോട് പറയാം എല്ലാരും കൂടി ഇവിടെ വന്ന് നിൽക്കാൻ. കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിരുന്നെങ്കിൽ സമാധാനമാകുമായിരുന്നു. ചന്ദ്രമതി മൊഴി കൊടുത്തിട്ടുണ്ടാവണം. പ്രഭാവതിയെ വിസ്തരിച്ചിട്ടുണ്ടാവോ എന്തോ. ഞാൻ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം. മോളെ, ഇങ്ങനെ എപ്പോഴും അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് അവരിങ്ങോട്ട് വിളിച്ചോളൂ. നമുക്ക് കാത്തിരിക്കാം. രാധി, ഒരു ചായ എടുത്ത്. മോളെ, നീ ആ ഗൗരി ഒന്ന് വിളിച്ചു നോക്ക്, വിവരമല്ലോ അറിഞ്ഞോന്ന്. ശരി അമ്മ. ബഹുമാനപ്പെട്ട കോടതി, ബലരാമൻ വധക്കേസിലെ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ ഭാര്യ പ്രഭാവതിയെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവാദം തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യു പ്രൊസീഡ്. പ്രഭാവതി,
ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. പ്രഭാവതി. അതെ. കോളേജ് പ്രൊഫസറായിരുന്നു അല്ലേ? ഒരു ഗുരുനാഥയ്ക്ക് ഇത്രയും കണ്ണിൽ ചോരയില്ലാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെ? ഞാൻ ആരോടും ക്രൂരതയോടെ പെരുമാറിയിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ ഒരു അധ്യാപിക എത്രമാത്രം നിസ്സംഗമായിട്ടാണ് കള്ളം പറയുന്നത്. ആരോടും ക്രൂരമായി പെരുമാറിയിട്ടില്ല എന്ന്. കാഷ്ടം. ഐ ഒബ്ജക്ട് യുവർ ഓണർ. യുവർ ഓണർ, ഈ കേസിലെ പ്രധാന സാക്ഷിയായ ഒരു വനിതയെ പരസ്യമായി അവഹേളിക്കാൻ വാദിഭാഗം വക്കീലിനെ അനുവദിക്കരുതെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. സത്യം പറയുന്ന അവഹേളനമാവില്ല കോടതി. കള്ളം പറയാൻ വനിതകൾക്ക് പ്രത്യേക പരിരക്ഷ ഭരണഘടന ഒട്ട് കൊടുക്കുന്നുമില്ല. കാട്ടൂരൻ, നിങ്ങളുടെ മകൻ നന്ദന്റേത് ഒരു പ്രണയ വിവാഹമായിരുന്നില്ലേ? അതെ. പുത്രവധു, ധനസ്ഥിതി തീരെ കുറഞ്ഞ വീട്ടിലെ കുട്ടിയായിരുന്നു അല്ലേ? അതെ. അക്കാരണം കൊണ്ട് തന്നെ നിങ്ങൾ മരുമകളെ വീട്ടിൽ കയറ്റിയില്ല എന്ന് സാരം. മരുമകൾ ദേവിക ഭർത്താവിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ അയാളുടെ ഭാര്യയായിട്ട് അഭിനയിച്ച് ജീവിക്കേണ്ടി വന്നു അല്ല? ഇതിനുത്തരം പറയാൻ ഞാൻ പ്രഭാവതിയെ സമ്മതിക്കില്ല, നിർബന്ധിക്കില്ല. ഇവരുടെ മുഖത്തുനിന്ന് തന്നെ അതിനുള്ള ഉത്തരം കോടതിക്ക് ബോധ്യമായിട്ടുണ്ടാവും. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ കുടുംബത്തിന്റെ പൊതു സ്വഭാവം കോടതിക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ഈ സംഭവം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ മകൻ നന്ദന്റെ കൂട്ടുകാരൻ മുരളിയുടെ ഭാര്യ ഗൗരി എന്ന സ്ത്രീയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി പിടിച്ചു തള്ളുകയും തുടർന്ന് ഗൗരിക്ക് അബോർഷൻ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടോ? യുവർ ഓണർ, ഏത് മനുഷ്യരുടെ ജീവിതത്തിലും സംഭവിക്കാവുന്നതല്ലേ അത്? അദ്ദേഹം ചോദിക്കുന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. യുവർ ഓണർ, ഗൗരിയുടെയും മുരളിയുടെയും വീട്ടിലാണ് പ്രഭാവതിയും മക്കളും ഇപ്പോ കഴിയുന്നത്. അവരുടെ സ്നേഹബന്ധം എന്താണെന്നും തമ്പി വക്കീൽ പറയുന്നത് പോലുള്ള ശത്രുത അവർക്കിടയിൽ ഇല്ലെന്നുള്ളതും അതിൽ നിന്ന് വ്യക്തമല്ലേ? കാട്ടൂരൻ ഇരിക്കേ. തമ്പി, യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. അത് പോട്ടെ. ബലരാമന്റെ മകൾ മീരയെ വിവാഹിതനായ നിങ്ങളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? നിങ്ങളുടെ മുഖം വീണ്ടും ഉത്തരം പറയുന്നുണ്ട്. ഇത്രയും കള്ളവും ക്രൂരതയും നടത്തിയ ഈ സ്ത്രീ ബലരാമന്റെ കുടുംബത്തോട് കാണിച്ച ക്രൂരത കോടതി അറിയണം. സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന് അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടി ജനിച്ചു.
ആ കുട്ടിയുടെ പേര് തനൂജ. ആ പെൺകുട്ടിയുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിദ്ധാർത്ഥൻ ചന്ദ്രോത്താണ് നിർവഹിച്ചിരുന്നത്. താൻ സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ മകളാണെന്നും തനൂജ എന്ന ആ പെൺകുട്ടി പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു. യുവർ ഓണർ, ഈ കോടതിയിലിരിക്കുന്ന പലർക്കും ആ പാവം പെൺകുട്ടിയുടെ മുഖം ഓർമ്മയുണ്ടാവും. പക്ഷേ കുറുക്കന്റെ ബുദ്ധിയുള്ള പ്രഭാവതി ഒരു കഥയുണ്ടാക്കി. ആ കുട്ടി ബലരാമന്റെ കുട്ടിയാണെന്ന്. ഭർത്താവിനെ കള്ളത്തരത്തിൽ നിന്ന് രക്ഷിക്കാനാ സമൂഹത്തിന്റെ മുന്നിൽ നല്ല പിള്ളയാക്കാനും ചില ഭാര്യമാര് ഇങ്ങനെയൊക്കെ ചെയ്തു പോയെന്നിരിക്കും. അല്ല, ഒരിക്കലും അല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിൽ തെറ്റിദ്ധാരണ പരത്താൻ സഹായിക്കുന്ന വാദങ്ങളാണ് വക്കീൽ ഉയർത്തുന്നത്. തനൂജ് എന്ന ആ കുഞ്ഞ് ബലരാമന്റെ മകളാ. ബലരാമന്റെ ഭാര്യയായ ചന്ദ്രമതിക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. That's a point. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ബഹുമാനപ്പെട്ട കോടതി ഇവരെന്തിനാണ് ചന്ദ്രമതിയെ അപായപ്പെടുത്തിയതെന്ന്. സത്യങ്ങളൊന്നും പുറത്തു വരരുത്. ചന്ദ്രമതിയോട് ചോദിച്ചാൽ എല്ലാം അറിയാമെന്ന് ഇവർ പറയുമ്പോൾ തന്നെ പ്രൊഫസർക്ക് അറിയാമായിരുന്നു ചന്ദ്രമതി ഇനി പുറം ലോകം കാണില്ല. ഇത്തരം തരം താണ തരത്തിലുള്ള തേജോബദ്ധം ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കരുത്. യു ക്യാൻ പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. ശരി, ഈ തനൂജ എന്ന കുട്ടിയുടെ അച്ഛൻ ബലരാമനാണെന്ന് ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അമ്മയാരാ? അച്ഛനറിയാവുന്ന ആൾക്ക് അമ്മയെ അറിയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പറയ്, തനൂജയുടെ അമ്മ ആരാണെന്ന്. Come on, tell me. വെള്ളം വേണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കാം, കുടിവെള്ളം വേണമെന്ന്. കുറച്ച് വെള്ളം വേണം. കൊടുത്തോളൂ. ഞാൻ സഹായിക്കാം. ഇങ്ങ് തന്നോളൂ.
മാഡം വരൂ. മാഡം ഹെൽത്ത് സെക്രട്ടറിയെ അപ്പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. എന്ത് പറയണം? 3 മണിക്ക് ശേഷം മതി. ശരി. അല്ല, അല്ലെങ്കിൽ വേണ്ട, നാളത്തേക്ക് ആക്കിക്കോ. ശരി മാഡം. സത്യം പറഞ്ഞ മനസ്സ് മുഴുവൻ കോടതിയില്ല. സിദ്ധാർത്ഥൻ സാറിന് അനുകൂലമായ വിധി വന്നു എന്നറിഞ്ഞാലേ സമാധാനം കിട്ടൂ. സിദ്ധാർത്ഥൻ സാർ തന്നെയാണ് ജയിക്കേണ്ടത്. പക്ഷേ മാഡം, അപ്പുറത്ത് അഡ്വക്കേറ്റ് മോഹൻ തമ്പിയാ, അറിയാലോ, ആള് സ്ട്രോങ്ങാ. സത്യം ചന്ദ്രോത്തുകാരോടൊപ്പം അല്ലേ? അവര് ജയിക്കണം. സിദ്ധാർത്ഥൻ സാറ് നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരണം. എന്റെ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി ജീവിതം വലിച്ചെറിഞ്ഞു കളഞ്ഞവരല്ലേ സിദ്ധാർത്ഥൻ സാറും കുടുംബവും. എന്താ മാഡം? ഒന്നുമില്ല മാഡം. കോടതിയിൽ നമ്മുടെ ആൾക്കാരുണ്ട്. യൂത്ത് വിംഗ് സെക്രട്ടറി സിനോജി കോടതിയിലുണ്ട്. വിളിച്ചു ചോദിക്കണോ കേസ് വാദം എന്തായെന്ന്? വേണ്ട. പ്രഭാവതി മാഡോ ദേവികയോ ആരെങ്കിലും വിളിച്ചു പറയും. ശരി. അഷ്റഫ് സെക്രട്ടറിയെ മീറ്റിംഗിന്റെ കാര്യം അറിയിച്ചേക്കൂ. ശരി മാഡം. ചന്ദ്രമതി ഇനിയും എത്തിയില്ലല്ലോ മോളെ. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ത്യാഗരാജൻ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയിട്ടുണ്ടാവും. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ സഹപ്രവർത്തകനായ താങ്കൾക്ക് ബലരാമനെ കൊലപ്പെടുത്തിയത് സിദ്ധാർത്ഥനാണെന്ന് തോന്നാൻ കാരണം? പലപ്പോഴും സിദ്ധാർത്ഥ സാറിന്റെ സംസാരത്തിൽ ബലരാമ സാറിനെ കുറിച്ച് മോശമായ സംസാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം. അപ്പൊ അത്രയ്ക്ക് മോശമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം എന്നാണ് അതെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ചന്ദ്രമതി വരാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ കേസ് തോക്കും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോ ഈ കൊലപാതകം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു? ഉണ്ട്. That's all, Your Honor. ഹലോ സാർ. എടാ പ്രശാന്ത്, നീ എവിടെയാ? വന്നോണ്ടിരിക്കുക സാർ. എടാ കോടതി ഇവിടെ വിളിച്ചോണ്ടിരിക്കുക. എത്തിയോ? എടാ നീ കോടതി വളപ്പിൽ എത്തിയോ പ്രശാന്തേ? എത്താറായി. പെട്ടെന്ന് വാ. ശരി സാർ. ഒന്ന് വേഗം വിടുക.
വേം വാ. യുവർ ഓണർ, ബലരാമൻ വധക്കേസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിവുള്ള ഒരു സാക്ഷി ഹാജരായിട്ടുണ്ട്. സാക്ഷിപ്പട്ടികയിലെ 8ാം പേരുകാരിയായ സുഹറ. സുഹറയെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഈ സാക്ഷിയുടെ പേര് സാക്ഷിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നത് ക്രമപ്രകാരമല്ല. പ്രത്യക്ഷത്തിൽ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ സാക്ഷിയായി കൊണ്ടുവന്നത് കോടതിയിൽ അനാവശ്യമായ തെറ്റിദ്ധാരണകൾ ഉയർത്തിവിടാൻ വേണ്ടി മാത്രമാണ്. ഈ സാക്ഷിയെ വിസ്തരിക്കാൻ അനുവദിക്കാൻ പാടില്ല യുവർ ഓണർ. യുവർ ഓണർ, ചന്ദ്രമതിയും സുഹറയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ മുഴുവൻ കോൾ ഹിസ്റ്ററിയും ഞാനിവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഗിരീഷേ, എന്തായി? ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോളൂ, നമുക്ക് നോക്കാം. എന്തായിരിക്കും? സത്യം സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ അസത്യം ശബ്ദമുണ്ടാക്കും എന്നൊരു ചൊല്ലുണ്ട്. യുവർ ഓണർ, അതാണ് ഇവിടെ നടക്കുന്നത്. സുഹറ കോടതിയുടെ കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് കുറ്റവാളികളുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങും. കഴുമരത്തിലേക്ക് പോകേണ്ടി വരുമെന്നും അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവര് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി, സുഹറയെ കേൾക്കണം. സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് നടത്തിയ കൊലപാതകത്തിന്റെ പിന്നിലെ സത്യങ്ങൾ സുഹറ കോടതി അറിയിക്കും. യെസ്, പ്രൊസീഡ്. സുഹറയെ വിസ്തരിക്കാം. സുഹറ, ഒബ്ജക്ട് യുവർ ഓണർ. യെസ്. സുഹറ എന്ന് പറയപ്പെടുന്ന ഈ സാക്ഷി അപ്രതീക്ഷിതമായാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. മഫ്തണിഞ്ഞു വന്നിരിക്കുന്ന ഈ സ്ത്രീ സുഹറയാണെന്നുള്ളതിന് എന്താ ഒരു തെളിവ്? ആയതിനാൽ വാദം തുടങ്ങുന്നതിന് മുമ്പ്
ഇത് സുഹറയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മഫ്ത മാറ്റണം. ഇങ്ങനെയൊക്കെ പറയണോ വക്കീലേ? അതിനൊക്കെ ആവശ്യമുണ്ടോ? സുഹറയാണെന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് പോകണമെന്നാണ് എന്റെ അപേക്ഷ, യുവർ ഓണർ. ഇനി ഞാൻ ആൾമാറാട്ടം നടത്തി ഒരു സാക്ഷിയെ കൊണ്ടുവന്നാവും കാട്ടൂരാൻ വക്കീലിന് സംശയം. അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്കാണല്ലോ. സുഹറ, ഈ മഫ്ത മാറ്റുന്നതിൽ വിരോധമുണ്ടോ? ഹലോ സി പി, എല്ലാം ഓക്കെ അല്ലേ? ഇനി വാദമൊക്കെ ചടങ്ങിന് മാത്രമല്ലേ? വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരു ചെറിയ വിജയാഘോഷം. കാര്യങ്ങൾ കൈവിട്ടുപോയി മാഡം. എന്താ? ചന്ദ്രമതി കോടതിയിലെത്തി. ചന്ദ്രമതി കോടതിയിൽ വന്നെന്ന്. എങ്ങനെ? അവൾ എങ്ങനെ വന്നു? ഇന്നലെ അവളെ തൂക്കിയതല്ലേ? നമ്മുടെ കസ്റ്റഡിയിലായിരുന്നില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചേ? അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല മാഡം. കോടതിയിൽ ചന്ദ്രമതി സുഹറ എന്ന് തെറ്റിദ്ധരിപ്പിച്ചാ എത്തിയത്. അപ്പൊ തീർന്നു, പ്രതീക്ഷ തീർന്നു. ഞാൻ കണ്ട സ്വപ്നമൊക്കെ പൊളിഞ്ഞു വീഴുന്നു. വാദം തുടങ്ങിയോ? ചന്ദ്രമതിയെ വിസ്തരിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി എന്ത് വിസ്താരം? വിധി ആയിക്കഴിഞ്ഞു. മാഡം ടെൻഷൻ ആവണ്ട. വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒരു സ്ത്രീയെ പൂട്ടിയിടാൻ പറ്റാത്ത കുറെ ഗുണ്ടകള്. യുവർ ഓണർ, എത്ര ആഴത്തിൽ കുഴിയെടുത്ത് സത്യത്തെ മൂടിയാലും ശരി, ഒരു നാളത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. സത്യം അവസാനം നീതി ദേവതയെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഘോരഘോരം വാദിച്ചിരുന്നവരുടെ ശബ്ദം ഇപ്പോ കേൾക്കാനില്ല. സത്യം സംസാരിക്കുമ്പോൾ അസത്യം ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് എന്റെ സ്നേഹിതൻ നേരത്തെ പറഞ്ഞിരുന്നു.
വളരെ ശരിയാണ്. അസത്യത്തിന് നാവിറങ്ങിപ്പോകുമെന്നുള്ള കാര്യം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്നും എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട്. നേരത്തെ പ്രഭാവതിക്കും സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനുമെതിരെ ആക്ഷേപം വാരി എറിയുമ്പോൾ ഞാൻ അധികവും നിശബ്ദനായിരുന്നത് ഈ ഒരു നിമിഷം എത്തുമെന്ന് എനിക്കുറപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി പറയാനുള്ളതൊക്കെ ബലരാമന്റെ ഭാര്യയും ത്യാഗരാജന്റെ സഹോദരിയുമായ ചന്ദ്രമതി പറയും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്നെ രക്ഷിക്കണം. കോടതിയിൽ എന്റെ ജീവന് ആപത്തുണ്ടാവില്ല എന്ന ധൈര്യത്തില ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഏത് നിമിഷവും മരണം കടന്നു വരും എന്ന ഭയത്തോടെയാ ഞാൻ കഴിഞ്ഞിരുന്നത്. എന്നെ കൊല്ലാൻ നടക്കുന്നത് മറ്റാരുമല്ല, എന്റെ സഹോദരൻ ത്യാഗരാജന. അവനെ പേടിച്ച ഞാൻ വിശുദ്ധ വസ്ത്രമായ ഈ പർദ്ദ ധരിച്ച് കോടതിയിലെത്തിയത്. ബന്ധത്തിനും സ്നേഹത്തിനും എന്റെ സഹോദരന് യാതൊരു വിലയുമില്ല. അവൻ ആവശ്യം പണമാ. ആ പണത്തിന് വേണ്ടിയാ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്ന എന്റെ ഭർത്താവിന്റെ ഉറ്റ സുഹൃത്തിനെയും കുടുംബത്തെയും ത്യാഗരാജൻ വേട്ടയാടുന്നത്. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെയും എന്റെ ഭർത്താവ് ബലരാമന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള കമ്പനിയും കോടിക്കണക്കിന് വിലയുള്ള സ്വത്തുക്കളും ത്യാഗരാജന് തട്ടിയെടുക്കണം. അതിനുവേണ്ടിയാ അവൻ ഇപ്പൊ നടത്തുന്ന നീക്കങ്ങളൊക്കെ. ഈ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാ ഈ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്. എന്റെ ബാലുണ്ട് സിദ്ധു. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തും എന്റെ ഭർത്താവും ബാലുവും തമ്മിലുള്ള സൗഹൃദം പോലെ മറ്റൊരു സൗഹൃദവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഒരു ഘട്ടത്തിൽ മദ്യപാന ശീലത്തിലേക്ക് വീണുപോയ എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് വളരെയേറെ ശ്രമിച്ചതാ. അതിന്റെ പേരിൽ ഇദ്ദേഹത്തെ കുറച്ച് തെറ്റിദ്ധരിച്ചു. യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായ പ്രഭാവതിയോട് ദേഷ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അതെല്ലാം തന്നെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് നിശബ്ദനായി സഹിക്കുകയായിരുന്നു.
ഞങ്ങൾ കാരണം അദ്ദേഹവും കുടുംബവും അനുഭവിച്ച പീഡനങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നു. ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ മറ്റൊരു സത്യവും ഞാൻ വെളിപ്പെടുത്തുക. മീഡിയ വളരെയേറെ ചർച്ച ചെയ്ത തനുജ എന്ന കുട്ടിയുടെ അച്ഛൻ എന്റെ ഭർത്താവ് ബലരാമന. സിദ്ധാർത്ഥൻ ചന്ദ്രോത്താണ് അച്ഛനെന്ന് തനുജ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചപ്പോഴും സിദ്ധാർത്ഥൻ മൗനം പാലിച്ചു. താൻ അപമാനിതനായാലും തന്റെ സുഹൃത്ത് ബലരാമന്റെ ദേഹത്ത് ചെളി പുരളാതിരിക്കാൻ വേണ്ടിയാ സത്യങ്ങൾ ലോകത്തെ അറിയിക്കാതിരുന്നത്. തനുജ തന്റെ മകളാണെന്ന് ബലരാമൻ തന്നെ എഴുതിയ രേഖാപത്രം ഞാൻ അഡ്വക്കേറ്റ് കാട്ടൂരാന് മെയിൽ ചെയ്തിട്ടുണ്ട്. കുറെ നാള് ത്യാഗരാജൻ എന്നെ വീട്ടു തടങ്കലിലാക്കിയിരുന്നു. ആ സമയത്ത് പ്രഭാവതിയുടെ മരുമകൻ ഗിരീഷിന്റെ പേരിൽ എന്നെയും ചേർത്ത് പീഡന കേസ് ഉണ്ടാക്കി ത്യാഗരാജൻ. ത്യാഗരാജനെ പേടിച്ച് ഞാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. അക്ഷരാർത്ഥത്തിൽ ത്യാഗരാജന്റെ തടവിൽ ഞാൻ മരണം കാത്തു കിടക്കുകയായിരുന്നു.